പശ്ചിമേഷ്യൻ സംഘർഷം ഇങ്ങനെ എല്ലാവരെയും ബാധിച്ച് നിൽക്കുമ്പോൾ ഇതുവരെ ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ സ്വീകരിച്ച നിലപാട് എന്ത് എന്നത് വളരെ പ്രസക്തമാണ്. നമ്മൾ ആസിയൻ രാജ്യങ്ങളുടെ കാര്യം കണ്ടതാണ്. ചൈനയും റഷ്യയും ഒക്കെ ഈ വിഷയത്തിൽ അല്പം കൂടെ പരസ്യമായ പക്ഷം പിടിക്കുന്ന നിലപാടെടുത്തവരാണ്. എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തന്ത്രപരമായ നിലപാടാണ് എടുക്കുന്നത്. യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേരാതെ മറിച്ച് പൊതുവായി യുദ്ധത്തിനെതിരെ, അക്രമത്തിനെതിരെ, സമാധാനത്തിന് വേണ്ടി ശ്രമം നടത്തുന്ന നീക്കങ്ങളൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇതുവരെ ഈ ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന കാര്യം കൂടിയാണ് നമ്മൾ പരിശോധിച്ചു പോകുന്നത്. ഇന്ത്യ, ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ, പാകിസ്ഥാൻ, ചൈന, റഷ്യ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അജയ് ചേരുന്നുണ്ട്. അജയ്, എന്താണ് നിലവിൽ ഈ ഒരു 5-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ സംഘർഷം ലോകരാജ്യങ്ങളെ നേരിട്ടും അല്ലാതെയും ഗുരുതരമായി ബാധിക്കുന്ന ഈ പ്രതിസന്ധിയിൽ രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എന്താണ്? കൃത്യമായ പക്ഷം ചേരൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? അല്ലാതെ നിലപാടെടുക്കുന്നവർ എങ്ങനെയാണ്? അവിടെ വിശദാംശം. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ലോകരാജ്യങ്ങൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത് നിർണായകം തന്നെയാണ്. കാര്യം ഈ യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടി വന്നാൽ അത് എസ്കലേറ്റ് ചെയ്യാനും ഈ നിലപാടുകൾക്ക് പ്രത്യേകം ഒരു വലിയ സ്വാധീനം തന്നെ അതിന് വരുത്താൻ സാധിക്കും. ആദ്യം നമുക്ക് നമ്മുടെ ഇന്ത്യ എടുത്ത നിലപാട് വെച്ച് തന്നെ നോക്കാം. യുദ്ധത്തെ അപലപിക്കുന്നു എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടുള്ള 3 കക്ഷികളെയും തള്ളിക്കളയുന്ന നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷം ചേരാത്ത സമീപനം, ആരുടെയും പക്ഷം ചേരാതെ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ GCC രാജ്യങ്ങൾക്ക് ഒരു പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ രാഷ്ട്രത്തലവന്മാരുടെയും, എല്ലാ GCC രാഷ്ട്രത്തലവന്മാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 48 മണിക്കൂറിനകം വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇന്ത്യ, അത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത്. അതായത് UAE-യിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ ആ ആക്രമണത്തെ, UAE-യിൽ നടന്നിട്ടുള്ള ആക്രമണത്തെ ഇന്ത്യ നേരിട്ട് അപലപിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇറാനിൽ US-ഉം ഇസ്രായേലും നടത്തിയിട്ടുള്ള സംയുക്ത ആക്രമണങ്ങളിൽ ഇന്ത്യ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പക്ഷപാതപരമാണ്, ഇറാനെ തള്ളുന്നൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇത് നയതന്ത്രപരമായി ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും എന്നുള്ളതെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇറാനുമായും ഇസ്രായേലുമായും അമേരിക്കയുമായും ഇന്ത്യ വലിയ സൗഹൃദം പുലർത്തുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമായിട്ട് പോലും ഇറാൻ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെല്ലാം ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിരുന്നു. ISI പോലെയുള്ള പല തീവ്രവാദ സംഘടനകൾക്കെതിരെയും അവർ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഇറാനിലേക്ക് ബസുമതി അരി കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് കുറഞ്ഞ ചെലവിൽ ക്രൂഡ് ഓയിൽ അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇന്ത്യയുമായി നയതന്ത്രപരമായിട്ടും വ്യാപാരപരമായിട്ടും നല്ല ബന്ധം ഇറാനുണ്ട്. അതുപോലെ തന്നെ US-ൻ്റെ ഇസ്രായേലിൻ്റെ കാര്യം നമുക്കറിയാം. ഇന്ത്യയുടെ വർഷങ്ങളായിട്ടുള്ള പങ്കാളികളാണ്, സുഹൃത്തുക്കളാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ 3 രാജ്യങ്ങളെയും പിന്തുണയ്ക്കാതെ ഒരു നിഷ്പക്ഷ നിലപാട്, പൊതുവേ ഒരു നിഷ്പക്ഷ നിലപാട്, ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ പുലർത്തിയതെന്ന് കാണാൻ സാധിക്കും. ഇനി അടുത്ത നിർണായകമായ ഒരു ശക്തിയാണ് ചൈന. ചൈനയുടെ നിലപാടെന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ആക്രമണങ്ങളെ അപലപിക്കുകയാണ് ചെയ്തത്. ഇറാന് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും കൂടി ചൈന കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിലൂടെ ഇറാൻ്റെ ആക്രമണങ്ങളെ അവർ ഒരു പരിധിവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ബ്രിട്ടൻ ഈ ആക്രമണങ്ങളിലൊന്നും പങ്കാളിയേ അല്ലായിരുന്നു. പക്ഷേ സൈപ്രസ് ദ്വീപിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ തുടർന്ന് ബ്രിട്ടനും ഇക്കാര്യത്തിൽ ബ്രിട്ടൻ്റെ നിലപാടും കൂടി ഇതിലൊരു നിർണായക സ്വാധീനമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പൊതുവെ ഒരു നിഷ്പക്ഷ നിലപാട് തന്നെയാണ് ബ്രിട്ടൻ സ്വീകരിക്കുന്നത്. പക്ഷേ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് പൂർണ്ണമായിട്ടും ബ്രിട്ടൻ എതിരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ US-ന് UK-യുടെ സൈനിക ബേസുകൾ ഉപയോഗിക്കാൻ വേണ്ടി അവർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൈപ്രസിലുള്ള US-ൻ്റെ UK-യുടെ സൈനിക കേന്ദ്രത്തിൽ US അവരുടെ ചില നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ചില സൈനികരെയും ഉൾപ്പെടെ അയക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൈപ്രസിൽ പിന്നീട് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം US ഉദ്യോഗസ്ഥരോട് സൈപ്രസ് വിടണമെന്ന് UK തന്നെ പിന്നീട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ സൈപ്രസ് ഉൾപ്പെടെ US-ന് വിട്ടുകൊടുക്കുന്ന ഒരു നിലപാട് UK സ്വീകരിച്ചു. അപ്പോൾ അവർ പൊതുവെ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിലും ഇറാന് എതിരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അടുത്ത ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് റഷ്യ. റഷ്യ പൂർണ്ണമായിട്ടും ഇറാന് പിന്തുണയാണ് നൽകുന്നത്. US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ നിർണായകമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതിനു മുൻപേ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇറാൻ്റെയും റഷ്യയുടെയും ഭാഗമായിട്ട് ഒരു സംയുക്ത സൈനിക അഭ്യാസം എല്ലാം നടന്നിരുന്നു. അപ്പോൾ അന്ന് വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. ഇറാനെ റഷ്യ സൈനികമായി സഹായിക്കുമോ, അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയും ഇടപെടുമോ എന്നുള്ളതെല്ലാം അന്നത്തെ വലിയ ആശങ്കകളായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ട് പോലും ഇറാന് സൈനികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നില്ല എന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഒരു രാജ്യമാണ് കാനഡ. കാനഡ പൂർണ്ണമായിട്ടും ഇറാനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ US-ഇസ്രായേലി ആക്രമണങ്ങളെ അവർ യാതൊരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ഈ ആക്രമണങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് കാനഡ സ്വീകരിച്ചിട്ടുള്ളത്. കാനഡ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള ഒരു നിലപാടുകാരാണ് കാനഡ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇറാനെതിരാണ്, പക്ഷേ ഇറാനെ ഈ നിലവിൽ ആക്രമിച്ച ഇത്തരം ഒരു അഗ്രഷൻ പ്രവൃത്തികൾ അത് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അടുത്ത് മറ്റൊരു അറേബ്യൻ രാജ്യങ്ങൾ സംയുക്തമായിട്ടുള്ള നിലപാട് അത് തീർച്ചയായിട്ടും നിർണായകമാണ്. ഇതിൽ ഇറാന്റെ കണക്കുകൂട്ടലുകൾ പാളിപ്പോയതും ഇവിടെ തന്നെയാണ്. അതായത് ഈ യുഎസും ഇസ്രായേൽ പങ്കാളിയായി US സംയുക്തമായി ഇറാനെ ആക്രമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കുമെന്നാണ് ഇറാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ, അറേബ്യൻ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇവർ ഒട്ടാകെ ഇറാനെതിരെ തിരിയുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അറേബ്യൻ രാജ്യങ്ങൾ എതിർക്കുന്നു എന്നുള്ള നിലപാടാണ്. US-മായി അവർ ഒരു സംയുക്ത പ്രസ്താവനയും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സംയുക്ത പ്രസ്താവനയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും അവർ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ്. അതേസമയം ഒമാന്റെ നടപടി നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണണം. കാര്യം ഒമാൻ ഇക്കാര്യത്തിൽ മറ്റ് GCC രാജ്യങ്ങൾക്കൊപ്പം ചേരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഒമാൻ ഒരു നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒമാനിൽ 2 ഇടങ്ങളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ട് പോലും അവരിപ്പോഴും മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ്. ഈ ഒരു ആക്രമണങ്ങൾ അത് നിർത്തണം എന്നുള്ള നിലപാട് തന്നെയാണ് ഒമാൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒമാൻ ഒഴിച്ച് ബാക്കി എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇതിൽ ഇറാനെ തള്ളിക്കളയുന്നു എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാണ്. കാര്യം ഇതിനു മുൻപേ പല ഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ നേരിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പാകിസ്ഥാൻ്റെ പല വിഷയങ്ങൾ വന്നപ്പോഴും US-മായി ചേർന്ന് നിന്നിട്ടുള്ളൊരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഇന്ത്യയുമായുള്ള ഈ ഒരു പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഞങ്ങൾ നേരിട്ട് ഭീഷണിപ്പെടുത്തി, അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായി എന്ന് ഷഹബാസ് ഷെരീഫിനെ വേദിയിലിരുത്തി അപമാനിക്കുന്ന ചുറ്റുപാടുണ്ടായിട്ട് പോലും അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല, അമേരിക്കയ്ക്കെതിരെ നിലപാടെടുത്തില്ല. പക്ഷേ ഇറാനെ തൊട്ട് കളിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ കളി മാറി. പാകിസ്ഥാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ ആക്രമണങ്ങളെ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ അപലപിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്നാൽ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള നിലപാടാണ് പാകിസ്ഥാനുള്ളത്. അവർ ഇറാന്റെ ആക്രമണങ്ങളെ നിലവിൽ ന്യായീകരിച്ചിട്ടില്ല. സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ചൈനയുടെ ഒരു നിലപാട് ഇവർ പിന്തുടർന്നിട്ടില്ല. പ്രശ്നങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നും കൂടി പാകിസ്ഥാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാനെ പോലെ പാകിസ്ഥാനും സന്നദ്ധത അറിയിക്കുകയാണ് ചെയ്തത്, ഇതിൽ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ളത്. പക്ഷേ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഫ്രാൻസ് ഒരു നിർണായകമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള രാജ്യമാണ്. അതായത് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ ശക്തമായി ഫ്രാൻസ് എതിർക്കുന്നുണ്ട്. ഇപ്പോൾ UK-യുടേതുപോലെ ഒരു നിഷ്പക്ഷ നിലപാടല്ല ഫ്രാൻസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതായത് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും എല്ലാ ആക്രമണങ്ങളെയും അവർ എതിർക്കുകയാണ്. പക്ഷേ ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇവർ പിന്തുണയും നൽകുന്നുണ്ട്. കാര്യം ഗൾഫ് രാജ്യങ്ങളുമായി ഇവർ ഒരു സൈനിക കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ സൈനിക കരാർ പ്രകാരം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ ഫ്രാൻസ് സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഫ്രാൻസ് അവരുടെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം മേഖലയിൽ വിന്യസിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി നിലവിൽ
ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ ഈ GCC രാജ്യങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇറാനെതിരെ തിരിയുമെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ നിലവിലുള്ള സംഘർഷങ്ങളിൽ UN ഇടപെടണമെന്നാണ് ഫ്രാൻസിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ഇതാണ് ഈ യുദ്ധത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ലോകശക്തികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.